ിലെ ഹസൻ ഹാജി എന്ന നാട്ടിൻപുറത്തുകാരന്റെ ജീവിത ദർശനം തീർത്തും ലളിതമാണ്. വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക, അതിനുള്ള കൂലി പടച്ചവൻ തരും. വെന്നിയൂരിലെ കാക്കകൾക്കും പൂച്ചകൾക്കും ഉറുമ്പുകൾക്കും വരെ ഹസൻ ഹാജി ആഹാരം നൽകുന്നു. ആരെയും ആക്രമിക്കാതിരിക്കുക എന്ന് വിശ്വസിക്കുന്ന ഈ 70-കാരന്റെ ജീവിതം മഹത്തായ സന്ദേശമാണ് മനുഷ്യർക്ക് പകർന്നു നൽകുന്നത്. മലപ്പുറം ചെമ്മാടിനടുത്ത് വെന്നിയൂരിലെ വീട്ടിൽ ഹസനാജിയും ഭാര്യ ഫാത്തിമയും പിന്നെ 900 കാക്കകളും 100-ലേറെ പൂച്ചകളും മാത്രം. എല്ലാവരും ഈ ഭൂമിക്ക് അവകാശികൾ, മക്കളില്ലാത്ത ഹാജിയാരുടെ സഹജീവികൾ, പിന്നെ വീട്ടിൽ താമസക്കാരായ ഉറുമ്പുകളും. എല്ലാവർക്കും ആഹാരം ഹാജിയാരുടെ വക. ദിവസേന രാവിലെയും വൈകുന്നേരവും ഹസനാജി പൂച്ചകൾക്കും കാക്കകൾക്കും ആഹാരം നൽകുന്നു. വെന്നിയൂരിലെ പൂച്ചകളും കാക്കകളും ഹസനാജിയെ കാത്തിരിക്കുന്നു. രാവിലെ തന്റെ പ്രിയപ്പെട്ട ചങ്ങാതിയായ മൊയ്തീൻകുട്ടിയുടെ കടയിലെത്തി ഹസനാജി മീൻ വാങ്ങി പുറപ്പെടുന്നു. പാതയോരത്ത മരങ്ങളിലും ഇടവഴികളിലും ഹാജിയാരുടെ വരവും കാത്ത് ചങ്ങാതിമാർ നിൽക്കുന്നുണ്ടാവും. 16 വർഷമായി മുടങ്ങാതെ തുടർന്നു പോരുന്ന ഒരു കർമ്മം. 16 കൊല്ലം മുമ്പ് ആരോ വഴിയിൽ ഉപേക്ഷിച്ച ഒരു തള്ളപ്പൂച്ചയുടെയും കുഞ്ഞുങ്ങളുടെയും ദീനമായ കരച്ചിൽ കേട്ട് മനസ്സലിഞ്ഞ ഹസൻ ഹാജി അവയെ വീട്ടിലോട്ട് കൊണ്ടുപോന്നു. ക്രമേണ ഹസൻ ഹാജിയെ തേടി അഗതികളായ പൂച്ചകളുടെ വരവായി. അപ്പൊ ആരും ഞാൻ ആക്രമിക്കാറില്ല. അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ കൊടുത്തിട്ട് അവരെ വളർത്തുക, കൂലി പടച്ചവനിൽ നിന്നിട്ട് വാങ്ങുക. ഇതാണ് ഇതിന്റെ തത്വം. അല്ലാണ്ട് വേറെ ഇതിൽ ലോകമാന്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരെന്തെങ്കിലും ഒരു ആദായം കിട്ടണമെന്ന് ഉദ്ദേശിച്ചിട്ടോ എന്നുള്ളൊരു ജീവിതമല്ല തരില്ല. ഇന്നിപ്പോൾ 100-ലേറെ പൂച്ചകളുണ്ട് വീട്ടിലെ അതിഥികളായി. പിന്നെ അത്ര തന്നെ നാട്ടിലെ വേറെ പൂച്ചകളും. പടച്ചവന്റെ ഈ സൃഷ്ടികളെ പരിപാലിക്കാൻ നല്ല ക്ഷമ വേണമെന്ന് ഹാജിയാർ പഠിച്ചു കഴിഞ്ഞു. മനുഷ്യന് ക്ഷമ എത്രമാത്രം ഉണ്ടെന്ന് ഈ ജീവികൾ പരീക്ഷിച്ചു നോക്കുകയാണോ എന്ന് പോലും തോന്നും. ഇതിന് ഒരുപാട് ക്ഷമ വേണം. അതിനിപ്പോ എല്ലാവർക്കും ഇതിന്റെ ക്ഷമ ഉണ്ടാകും എന്നുള്ളതിനൊക്കെ അത്രമാത്രം എനിക്ക് വിശ്വാസം പോരാ. ക്ഷമിക്കാൻ എത്ര കണ്ട് കഴിയണം അത്ര കണ്ട്. ക്ഷമ നമ്മളടുത്ത് നിന്ന് വാങ്ങുന്ന കിട്ടുന്നിടത്തോളം അവൻ നമ്മളെ ക്ഷമിക്കൽ എത്ര ഉണ്ടെന്ന് അവന് ശരിക്കും പരിശോധിക്കുന്നുണ്ട് എന്നുള്ള എനിക്ക് തോന്നുന്നു. വെന്നിയൂർ അങ്ങാടിയിലെ ഒരു ചെറിയ ഫർണിച്ചർ കടയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനമേ ഹസൻ ഹാജിക്കുള്ളൂ. പിന്നെ ചങ്ങാതിമാരുടെ സഹായം. സ്ത്രീകളാണ് കൂടുതൽ സഹായിക്കുന്നത്. എന്റെ കുടുംബങ്ങളെ ഇന്നെ വല്ലാണ്ട് സഹായിക്കും ഇതിലേക്ക് വേണ്ടിയിട്ട്. അതുപോലെ എന്റെ നാട്ടിൽ എന്റെ സ്നേഹിതന്മാര് സ്ത്രീകളാണ് എന്നതിൽ കൂടുതൽ സഹായിക്കുന്നത്. എന്ന കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ പോകുന്ന വഴിയിലൊക്കെ എനിക്ക് കത്തുകളൊക്കെ വിളിച്ചു തരും. ഇതിന്റെ ആവശ്യത്തിനാണെന്ന് പറയാം, അത്രേ പറയുള്ളൂ. ഞാനെന്താ അവരോട് എങ്ങോട്ട് ചോദിക്കാറില്ല. ഇല്ല, തന്നാൽ ഞാൻ വാങ്ങാറുണ്ട്, വേണ്ടാന്ന് പറയില്ല. കാരണം പച്ചമൃഗങ്ങൾക്കാണ് നമ്മളെന്തിനാ അതെടുക്കേണ്ട ആവശ്യം എന്ന് മാത്രമേ ഉള്ളൂ. പൈസ എനിക്ക് പ്രശ്നമല്ല. ആവശ്യമായ പൈസ അവരെ പൈസന്റെ ഇഷ്ടമാണ് സ്റ്റോക്കിലേക്ക് എടുക്കുക. ഒരുപാട് പൈസകൾ അവർക്ക് വേണ്ടി ദിവസേന ചെലവഴിച്ചാലും പൈസക്ക് കുറവ് ഇതുവരെ പടച്ചു സഹായിച്ചിട്ട് വന്നിട്ടില്ല. പിണ്ടാപ്പാനകളെ പരിപാലിക്കുന്നത് ദൈവീകമായ ഒരു പ്രതിഫലം കിട്ടും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 16 വർഷത്തോളമായി ഇങ്ങനെയുള്ള മിണ്ടാപ്രാണികളെയും പക്ഷികളെയും ഒക്കെ തന്നെ സ്നേഹിച്ചും പരിപാലിച്ചും ജീവിക്കാൻ. ഇതുവരെ പണത്തിന് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. വലിയ മഴക്കാലത്ത് പോലും മീൻ കിട്ടാതെ വന്നിട്ടുമില്ല. അതിന് കാരണക്കാരൻ ഹാജിയാരുടെ ചങ്ങാതി മൊയ്തീൻകുട്ടിയാണ്. നാട്ടിൽ മീൻ കിട്ടിയില്ലെങ്കിൽ കേരളത്തിൽ എവിടെ നിന്നെങ്കിലും മൊയ്തീൻകുട്ടി പൂച്ചകൾക്കുള്ള മീൻ എത്തിച്ചിരിക്കും. ഞാൻ ചെറുപ്പം മുതലിച്ചിട്ട് ഈ വണ്ടി കച്ചവടം ചെയ്ത് പരിചയപ്പെട്ടാണ്. പിന്നെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ആ ഏജന്റ് ഉണ്ട്. പിന്നെ അപ്പോൾ ഇവിടെ മീൻ കമ്മിയാണെങ്കിൽ ഞാൻ ഏജന്റിന് കണ്ണൂരിൽ വിളിച്ചു, തലശ്ശേരിക്ക് വിളിച്ചു, പിന്നെ കൊയിലണ്ടിക്ക് വിളിക്കും, പൊന്നാനിക്ക് വിളിക്കും, എടമുട്ടത്ത് വിളിക്കും. അപ്പൊ ഇവിടെ നിന്നൊക്കെ ഒരു കോട്ടയെ കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരു കുണ്ടോട്ടി കൊണ്ടുവരും. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുണ്ടോട്ടിക്ക് ഇപ്പൊ ഈ റമദാനിൽ കഴിഞ്ഞ കുറച്ച് മീൻ ഇവിടെ കമ്മി വന്നു. അത് ഈ ഹസൻ അറിയില്ല. പക്ഷെ ഞാൻ മൂപ്പര് വരുമ്പോഴത്തേനും എനിക്ക് മൂപ്പർക്ക് ഇവിടെ മീൻ വിടാണം. മൂപ്പര് എത്തുമ്പോഴത്തേനും ഇവിടെ മീൻ ഇല്ലാഞ്ഞാല് മൂപ്പര് കണ്ണുമോൾ ചോക്കും. അപ്പോൾ ഇവിടെ മീനെത്തും. അപ്പോ കുണ്ടോട്ടി പോയിട്ടൊക്കെ ഞാൻ മീൻ കൊണ്ടുവരും കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെ അങ്ങനെ എനിക്കൊരു ഇതുണ്ട്. ഈ പൂച്ചാള ഭാഗ്യത്തും കൊണ്ടാണ് എനിക്ക് ഈ മീൻ കിട്ടണമെന്ന് എനിക്കൊരു പിന്നെ എന്റെ ഒരു വിശ്വാസം എനിക്കുണ്ട്. മൊയ്തീൻകുട്ടിയുടെ കച്ചവടത്തിന് ഒരു മുടക്കവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതും പൂച്ചകളുടെ അനുഗ്രഹമാണ്.
ദിവസവും 8-9 കിലോഗ്രാം മീനെങ്കിലും ഹസനാജിക്ക് കൊടുക്കണം. വില ശരാശരി 600 രൂപയെങ്കിലും ആവും. പൂച്ചകൾ മത്തി മാത്രം തിന്നുന്നവരാണെന്ന ധാരണ വേണ്ട. അതുപോലെ തന്നെയാണ് കാക്കകളും. ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ ചിലർ പിണങ്ങിപ്പോകും. ഈ പൂച്ചക്ക് ഒരു ദിവസം മത്തിയാണെങ്കിൽ ഒരു ദിവസം കണേനെ, ഒരു ദിവസം തളേനെ പുറമെ പിന്നെ അയില 120 രൂപ വില ഉള്ളെന്നും പിന്നെ 3 കിലോ അയിലമാണ് ഒരു ദിവസം. ഒരു കിലോ അയില ഈ അയിലക്ക് 120 രൂപയുടെ വിറ്റുന്നത്. അന്നും വേണം മൂപ്പർക്ക് 3 കിലോ അയില. അതായത് ഈ പൂച്ചകൾ മത്തി മാത്രം തിന്നുന്ന പൂച്ചകളല്ലേ. നല്ല മീൻ വെച്ചാല് മൂപ്പർക്ക് അക്കർ തിന്നുന്ന പൂച്ചകളൊക്കെ ഉണ്ട്. അതായത് പിന്നെ കണേന് പൊരിച്ചു കൊടുക്കണം. പിന്നെ അയില പൊരിച്ചു കൊടുക്കുന്ന പൂച്ചകളുണ്ട്. അങ്ങനെ 4-5 ഐറ്റം പൂച്ചകളുണ്ട് അവിടെ. ഒരു പൂച്ച മാത്രമല്ല. അങ്ങനെ മൊയ്തീൻകുട്ടി ഹസനാജിയും ഈ ജീവികളുടെ രുചിഭേദങ്ങളും ശീലങ്ങളും പഠിച്ചിരിക്കുന്നു. ചിലർക്ക് മീൻ മുറിച്ചിട്ട് കൊടുക്കണം, ചിലർക്ക് കറിയായി വേണം, ചിലർക്ക് ചോറിൽ കുഴച്ചു കൊടുക്കണം, മറ്റു ചിലർക്ക് വറുത്ത മത്സ്യം തന്നെ കിട്ടണം. ഒരു കുട്ടി നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ ഒരു കുട്ടിനെ നഷ്ടപ്പെടുത്തി കളിയാണെങ്കിൽ അതിന്റെ പ്രസവിക്കപ്പെട്ട അതിന്റെ ഉമ്മാക്ക് എത്ര കണ്ട് വേദന ഉണ്ടാകും. ഒരു മല പഠിക്കുന്ന ഒരു പൂച്ചന്റെ അടുത്ത് 4 കുട്ടികളെ കൊണ്ടുപോയി അങ്ങാടിയിൽ ഇട്ടിട്ട് അല്ല റോട്ടുമ്മൽ ഇട്ടിട്ട് കൊന്നു കളയുമ്പോൾ അതിന്റെ ഉമ്മാക്ക് എത്ര കണ്ട് നഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആ മൃഗത്തിന്റെ നഷ്ടങ്ങൾ, ആ മൃഗത്തിന്റെ ദുഃഖങ്ങളും ഇവനെ കൊണ്ട് പിന്നെ അവനക്ക് അതില് ഒരു വിവരം കിട്ടാത്ത ആ മനുഷ്യന് എന്തിനാണ് ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്നത്? എന്തിനാണ് പടച്ചവന്റെ ഭൂമി അവൻ ഇത്രമാത്രം കനം കൂട്ടണേ? അവനെ കൊണ്ട് ഈ ഭൂമിയിൽ എന്തൊരു ഉപകാരം കിട്ടി? ഈ ജീവികൾക്ക് ഹസനാജിയോടും ഭാര്യ ഫാത്തിമയോടും മാത്രമേ അടുപ്പമുള്ളൂ. അപരിചിതരെ വീട്ടിൽ കണ്ടാൽ അവർ അസ്വസ്ഥരാകും. വർഷങ്ങളുടെ സഹവാസത്തിലൂടെയുള്ള വറ്റാത്ത സ്നേഹമാണത്. നമ്മളെന്ത് പറഞ്ഞാലും ആ പറയുന്നത് അവർക്ക് അപ്പം മനസ്സിലാകും. ഒക്കെ നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കാൻ അവർക്ക് അറിയില്ല, അത് സംസാരിക്കുന്നുണ്ടായിരിക്കും, നമുക്കതിന്റെ ഭാഷ അറിയില്ലെന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചോദിച്ചാലും അല്ല എന്ത് പറഞ്ഞാലും ആ സ്ഥലത്ത് അവർ വരും. അവർക്ക് ആവശ്യമുള്ള വച്ചാൽ ഇപ്പൊ അല്ല അവർക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരും, ഞാൻ നിസ്കരിക്കാൻ പോകുകയാണ്, ഇപ്പൊ വന്നിട്ട് തരാന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും. ഞാൻ വരുന്നിടയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് ഇരിക്കും. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഹസനാജിയുടെ വീട്ടിൽ മറ്റൊരു കൂട്ടം സ്ഥിരതാമസക്കാരുമുണ്ട്. അവരാണ് ചുവന്ന ഉറുമ്പുകൾ. അവർക്കായി മേശപ്പുറത്ത് പലഹാരങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കും. രാത്രി പഞ്ചസാര വെള്ളവും. ഇത്തരം കർമ്മങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ലേ നമുക്ക് സാധിക്കും. മരണപ്പെട്ടു പോയ തിരിച്ചു വന്നിട്ട് ഇതെല്ലാം ചെയ്യാൻ കഴിയോ? മനുഷ്യന്മാർ എവിടേക്കാണ് പോകുന്നത്? എന്തുകൊണ്ട് നല്ല കാര്യം ഭൂമിയിൽ ചെയ്തുകൂടാ? ചെയ്യാൻ പഠിച്ചവൻ അവർക്കുള്ള എല്ലാ ആരോഗ്യവും ആഫിയത്തും പൈസയും എല്ലാം കൊടുത്തിട്ടു എന്തിനാണ് ഈ മർക്കടമുഷ്ടിയായിട്ട് മനുഷ്യൻ നടക്കുന്നത്? എന്തിനാണ് ഈ ജീവികളെ അവർ കഷ്ടപ്പെടുത്തുന്നത്? എന്തിനാ ജീവികളെ വേദനപ്പെടുത്തുന്നത്? എന്താ അവരെന്ത് വരെ ചെയ്ത്? ഹസനാജി പടച്ചവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നു. അതുകൊണ്ട് സ്ത്രീധനം പോലും അദ്ദേഹം എതിർക്കുന്നു. സ്ത്രീധനം വാങ്ങുന്നവരോടുള്ള പ്രതിഷേധങ്ങളിൽ നിന്ന് അദ്ദേഹം കല്യാണ സദ്യ കഴിക്കില്ല. ആ ഭക്ഷണം കഴിക്കണേക്കാൾ നല്ല മൃഗത്തിന്റെ ഭക്ഷണം. മൃഗത്തിന്റെ തുല്യത്തിൽ നിന്നും വിട്ടിട്ടാണ് കാണുന്നത്. മതം അതിനെ അനുവദിച്ചിട്ടില്ല, പിന്നെ എന്തുകൊണ്ട് മനസ്സിലായി അനുവദിക്കണം? ഹസനാജിയും ഈ മിണ്ടാപ്രാണികളും തമ്മിലുള്ള ഹൃദയബന്ധം വളരുകയാണ്. ഈ വീട്ടിൽ അവർക്കുള്ളത് കരുതി വെച്ചിട്ടുണ്ട്. അഗതികളുടെ ഈ കൊട്ടാരത്തിൽ വിലക്കുകളില്ല, അക്രമമില്ല. പടച്ചവനെ എല്ലാവർക്കും സ്നേഹിക്കാം. പക്ഷേ പടച്ചവൻ സ്നേഹിക്കുന്നവർ എത്ര പേരുണ്ടാകും? തീർച്ചയായും പടച്ചവൻ സ്നേഹിക്കുന്നവരുടെ പട്ടികയിൽ ഹസനാജിയുടെയും മൊയ്തീൻകുട്ടിയുടെയും പേരുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇന്റെ ഈ രാജ്യത്തില് ഞങ്ങളെ വീട്ടിലേക്ക് ഒരുപാട് ദൂരത്തിൽ നിന്നിട്ട് പച്ചിമൃഗങ്ങൾ ഇവിടേക്ക് അന്വേഷിച്ച് വരാറുണ്ട്. ഇവിടെ ഭക്ഷണം കൊടുക്കേണ്ടി കിട്ടുമെന്ന് ഉദ്ദേശിച്ച് വരാറുണ്ട്. അള്ളാഹുവിന്റെ ഒരു നയമത്ത് അനുഗ്രഹങ്ങൾ കിട്ടിയതാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 100% വിശ്വാസം. പടച്ചവന്റെ വക്കൽ നിന്നിട്ട് ഒരു നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റാറെ പറയപ്പെടാത്ത നഹമത്തുകളും കഴിവുകളും ഇപ്പൊ കിട്ടിയിരിക്കുകയാണ്, കിട്ടിയിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹു